അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാറ്റത്തിൻ്റെ മഹാസാക്ഷ്യമായി മാറിയ 2012 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ രണ്ടാം കേരള യാത്രയുടെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം. അന്നത്തെ കേരള യാത്രാ കാലയളവിൽ പ്രസിദ്ധീകരിച്ച സിറാജ് ദിനപത്രത്തിൻ്റെ പത്രത്താളുകളിലൂടെയുള്ള ഒരു യാത്ര. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ച ചരിത്ര സംഭവമായി മാറിയ കേരള യാത്രയുടെ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ദിവസത്തെയും പത്രവാർത്തകളും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒന്നാം ദിവസമായ ഏപ്രിൽ 12 സിറാജ് ദിനപത്രം പരിശോധിക്കാം. അതിൽ ഒരു സപ്ലിമെൻ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ പേജിലേക്ക് വന്നാൽ യാത്രാനായകൻ്റെ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു വലിയ കുറിപ്പ് തന്നെ കാണാം. യാത്ര പുറപ്പെടും മുമ്പ് എന്ന തലവാചകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു: ഉത്തര കേരളത്തിലെ അതിർത്തി ഗ്രാമമായ തലപ്പാടിയിൽ വെച്ചാണ് ഞാനിത് എഴുതുന്നത്. മനോഹരവും വശ്യവുമാണ് ഈ ഗ്രാമം. വിവിധ ഭാഷകളും ഭൂപ്രദേശങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും ഒരുമിച്ച് കൂടുന്നിടം കൂടിയാണിത്. സൗഹാർദ്ദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സവിശേഷതകളെ ഈ പ്രദേശം ഉള്ളിലാവാഹിച്ചിട്ടുണ്ട്. മാനവികതയെ ഉണർത്താനുള്ള യാത്ര തുടങ്ങാൻ ഇതിനേക്കാൾ നല്ലൊരിടമുണ്ടോ? വിശദമായ ഒരു കുറിപ്പ് തന്നെയാണ് നമുക്ക് ആദ്യ പേജിൽ കാണാൻ സാധിക്കുന്നത്. അതിനു മുകളിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നു: മാനവിക മഹായാത്രക്ക് ഇന്ന് തുടക്കം. ഇന്ന് കേരളം കാത്തിരുന്ന പ്രഭാതം. മലയാളക്കരയ്ക്കിത് ധന്യ നിമിഷം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക മാനവികതയുടെ മഹനീയ പൈതൃകവുമായി മലയാളക്കരയിൽ പ്രവാചകാനുയായികളായ മാലിക് ദിനാറും കൂട്ടരും ചവിട്ടിക്കയറിയ മണ്ണിൽ നിന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയ്ക്ക് ഇന്ന് തുടക്കം. അന്നത്തെ പത്രത്തിൻ്റെ സെൻട്രൽ പേജാണ് ഈ കാണുന്നത്. കേരള യാത്രയുടെ സന്ദേശം എന്ന തലവാചകത്തിൽ മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ വിശദമായ ഒരു ലേഖനം പഴയ കേരള യാത്രയുടെ ദൃശ്യങ്ങൾ, അതായത് 1999 ആദ്യ കേരള യാത്രയുടെ ദൃശ്യങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ ചുവടുവെപ്പുകൾ മനുഷ്യർക്ക് വേണ്ടി എന്ന തലവാചകത്തിൽ S ഷറഫുദ്ദീൻ്റെ ഒരു എഴുത്ത് കാണാം. ഇതുകൂടാതെ ഐക്യദാർഢ്യമറിയിച്ച് ഗൾഫിൽ ബഹുജന സമ്മേളനങ്ങൾ, തിരുവനന്തപുരത്തേക്ക് പ്രതിനിധി സംഘങ്ങൾ, കേരള യാത്ര അമേരിക്കൻ യൂറോപ്യൻ വെബ്സൈറ്റുകളിൽ എന്ന ഒരു വാർത്ത കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മതങ്ങൾക്കുള്ളിലെ ആശയ വ്യത്യാസങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടണമെന്ന കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിലെ പ്രസ്താവന ഉൾപ്പെടുത്തിയുള്ള ഒരു വാർത്ത കാണാം. വലതുഭാഗത്ത് മുകളിലേക്കായി വന്നാൽ ഐക്യദാർഢ്യമായി മംഗലാപുരത്ത് നടന്ന മാനവിക മതസൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ ഒരു വാർത്തയും ചിത്രവും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ കാലവും ലോകവും ആവശ്യപ്പെടുന്നത് എന്ന തലവാചകത്തിൽ ഇതാ ഒരു മുഖപ്രസംഗം കൂടി വിശദമായി നൽകിയിരിക്കുന്നു. അങ്ങനെ സമ്പൂർണ്ണ കവറേജാണ് ആ ദിവസത്തെ സിറാജ് ദിനപത്രത്തിൻ്റെ മധ്യഭാഗത്തായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മറ്റു പേജുകളിലേക്ക് കൂടി പോവാം. അന്നത്തെ പത്രത്തോടൊപ്പമുള്ള ഒരു സപ്ലിമെൻ്റാണ്. വ്യാഴവട്ടത്തിന് ശേഷം വീണ്ടും. മുഹമ്മദ് പറവൂർ, അന്നത്തെ SYS സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് പറവൂരാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. 12 വർഷം മുമ്പാണത്. കേരളത്തിൽ വിശേഷിച്ചും അത്യുത്തര ജില്ലകളായ കണ്ണൂരിലും കാസർഗോട്ടും അക്രമരാഷ്ട്രീയം ബലാബലം നടത്തിക്കൊണ്ടിരുന്ന കാലം. രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും കൊണ്ട് നാടിൻ്റെ സ്വൈര്യം തകർന്നുകൊണ്ടിരിക്കുന്നു. അസഹിഷ്ണുതയും അരക്ഷിതാവസ്ഥയും എങ്ങും തളം കെട്ടി. ഭരണകൂടങ്ങൾ പോലും നിസ്സഹായരായി പകച്ചു നിന്നു. രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ നടമാടിയ പേക്കൂത്തുകൾ മനുഷ്യ മനസ്സുകൾക്കിടയിൽ വൻമതിലുകൾ പണിയാൻ തുടങ്ങി. ഭീതിയും ഉത്കണ്ഠയും നിറഞ്ഞു. പലയിടങ്ങളിലും കെട്ടുബന്ധങ്ങൾ പോലും നടത്താൻ ധൈര്യമില്ലാത്ത സാഹചര്യം. അങ്ങനെ തുടങ്ങി 1999 സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു ലേഖനമാണ്. അവിടെ മനോഹരമായൊരു ചിത്രം കൊടുത്തിരിക്കുന്നത് കാണാം. ജലയാത്രയാണ്. അത് എവിടെ നടന്നതാണ് എന്നത് ഇതിൽ വ്യക്തമാവുന്നില്ല. ഏതായാലും മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ രണ്ടാം പേജിലേക്ക് വന്നാൽ ഒന്നാം കേരള യാത്രയെക്കുറിച്ച് പ്രമുഖരുടെ പ്രസ്താവനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ ഒന്നാം കേരള യാത്രയുടെ ഓർമ്മ ചിത്രങ്ങൾ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ ചിത്രം നമുക്ക് കാണാം. OK ഉസ്താദിനെ കാന്തപുരം ഉസ്താദ് സന്ദർശിക്കുന്ന ചിത്രമാണ്. പൈലറ്റ് വാഹനത്തിൻ്റെ ചിത്രം അടുത്തതായി നൽകിയിരിക്കുന്നു. ആലുവയുടെ ഹൃദയോപഹാരം സ്വീകരണത്തിൽ അന്നത്തെ നഗരസഭാ ചെയർമാൻ MO ജോൺ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. അതിന് താഴേക്ക് വന്നാൽ മറ്റ് പ്രമുഖരുടെ സംസാരങ്ങളും മറ്റ് ചിത്രങ്ങളും ഒക്കെ കാണാം. മൂന്നാമത്തെ പേജിലേക്ക് വന്നാൽ TK അലി അഷ്റഫിൻ്റെ യുദ്ധമര്യാദകൾ മറക്കരുത് എന്ന തലവാചകത്തിലുള്ള ഒരു വിശദമായ ലേഖനം. പാടേണ്ടതില്ലേ മാനുഷാദ, അന്നത്തെ SYS സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അലി അബ്ദുള്ള സാഹിബിൻ്റെ ഒരു കുറിപ്പ് കാണാം.
ഉത്തര കേരളത്തിലെ ജാഥ റൂട്ടാണ് അതിൽ പിന്നീട് വിശദമായി കൊടുത്തിരിക്കുന്നത്. യാത്രയുടെ ആരംഭ ദിവസത്തെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിയ ഏപ്രിൽ 13 പത്രമാണ് കാണുന്നത്. കേരള യാത്രയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം എന്ന തലവാചകത്തിൽ പ്രധാന പേജിൽ തന്നെ നൽകിയിരിക്കുന്ന ഫോട്ടോ നമുക്ക് കാണാം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സജ്ജീകരിച്ച വേദിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ കാന്തപുരം ഉസ്താദിന് പതാക കൈമാറുന്നതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. അതോടൊപ്പം വാർത്ത ആദ്യ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നാടിൻ്റെ ചിന്തയും വർത്തമാനവും ഒന്നായി മാറിയ ദിനങ്ങളുടെ കാത്തിരിപ്പിനുമേൽ മുസ്ലിം കൈരളിയുടെ നായകൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ ത്രിവർണ പതാക വീശി. ഇസ്ലാമിക മാനവികതയുടെ മഹനീയ പൈതൃകവുമായി അറബിക്കടലിൻ്റെ ഓളങ്ങളിൽ പങ്കായമറിഞ്ഞെത്തിയ മാലിക് ദിനാറും കൂട്ടരും കരക്കണഞ്ഞ് നന്മ നട്ട മാമല നാട്ടിൽ ചരിത്രയാത്രയ്ക്ക് തുടക്കമായി. ഇങ്ങനെ പോകുന്നു ആ വാർത്തയുടെ വരികൾ. ഉൾപേജിലേക്ക് വന്നാൽ ഇവിടെ CR നീലകണ്ഠൻ മാനവികതയ്ക്കായി എന്നും പോരാടണം എന്ന തലവാചകത്തിൽ എഴുതിയ ലേഖനം വിശദമായി കൊടുത്തിരിക്കുന്നു. ഉൾപേജിലേക്ക് വരുമ്പോൾ യാത്രയുടെ സമ്പൂർണ്ണ കവറേജ് ഇവിടെ കാണാം. ആദ്യം തന്നെ ഉസ്താദിന്റെ ഒരു പ്രസ്താവനയാണ്. വിദ്യാഭ്യാസം മാനവികവൽക്കരിക്കണം. കാന്തപുരം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി നേരിടാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് കേരള യാത്രയുടെ ഉദ്ഘാടനം അന്നത്തെ കേന്ദ്ര കൃഷി സഹമന്ത്രിയായിരുന്ന KV തോമസ് നിർവഹിക്കുന്നതിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയും അടുത്തതായി കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് താഴേക്ക് നോക്കിയാൽ പ്രയാണം തുടങ്ങി. ആദർശ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര പ്രയാണം ആരംഭിച്ചു. മാനവികതയുടെ പ്രോജ്വല സന്ദേശമോദി കേരളക്കരയെ ഇളക്കിമറിക്കുന്ന യാത്രയ്ക്ക് അതിർത്തിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ഇവിടെ സംസ്ഥാന അതിർത്തിയിൽ യാത്രയെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കൊടുത്തിരിക്കുന്നു. ഇവിടെ വലതുഭാഗത്തേക്ക് വന്നാൽ MA ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന. മനുഷ്യനെ മനുഷ്യനായി കാണണം. MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രസ്താവന കാണാം. ചിത്താരി ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന കാണാം. മാനവികതയ്ക്കുള്ള പോരാട്ടം പണ്ഡിത ധർമ്മം. ചിത്താരി ഉസ്താദ് പ്രസ്താവിച്ചിരിക്കുന്നതിൻ്റെ വാർത്തയാണ്. അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. കാന്തപുരം ഉസ്താദിനെ സ്നേഹസംഘം പ്രവർത്തകർ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ യാത്രയിലെ വിവിധ ദൃശ്യങ്ങളാണ്. അതിലാദ്യം കാഞ്ഞങ്ങാട്ട് നൽകിയ സ്വീകരണത്തിൽ സ്വാമി വിശ്വാനന്ദ സരസ്വതി കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ചിത്രമാണ്. അതിനുശേഷം ഉദ്ഘാടന സംഗമത്തിൽ CM ഇബ്രാഹിം സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ കാണാം. ഉള്ളാൾ ദർഗയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും കാന്തപുരം ഉസ്താദും. അതിനുശേഷം കാഞ്ഞങ്ങാട്ടെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് പ്രസംഗിക്കുന്നതിൻ്റെ ചിത്രം കാണാം. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ സമ്മേളന വേദിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഈ പേജിൽ വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് കാണാം. ഉസ്താദെ ഞങ്ങളെ രക്ഷിക്കണം. ഉസ്താദെ ഞങ്ങളെ കാസർഗോട്ടുകാരെ രക്ഷിക്കണം. കേരള യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് ഉയർന്നു കേട്ട വാക്കുകളായിരുന്നു ഇത്. അടുത്തിടെയായി കാസർഗോഡും പരിസരത്തും പടർന്നു പിടിക്കുന്ന വിദ്വേഷത്തിൻ്റെയും പകയുടെയും കനലുകളിൽ മുറിവേറ്റ നിരവധി കാസർഗോട്ടുകാർക്ക് വേണ്ടി കേരളയാത്രാ നായകൻ കാന്തപുരത്തോട് ഈ ആവശ്യമുന്നയിച്ചത് കാസർഗോട്ടെ ജനനായകരായിരുന്നു. കാസർഗോഡ് ടൗണിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച നേതാക്കളുടെ ആവശ്യം കാസർഗോഡിന്റെ രക്ഷയ്ക്കായി കാന്തപുരം സമയം കണ്ടെത്തണമെന്നായിരുന്നു. പത്രത്തിന്റെ അവസാന പേജിൽ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. കേരളയാത്രയുടെ കാസർഗോഡ് ജില്ലയിലെ സമാപന സമ്മേളനം സുന്നി വിദ്യാഭ്യാസ ബോർഡ് അഖിലേന്ത്യാ പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ 14 പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ നവോത്ഥാന കേരളത്തിന് നമോവാകം, പറയാതിരിക്കാനാകാത്ത കേരളയാത്ര, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ വിശദമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാണാം. കേരളയാത്രയുടെ 2ാം ദിവസത്തെ കാഴ്ചകളും വാർത്തകളുമൊക്കെ വിശദമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന മധ്യഭാഗത്തേക്ക് വന്നാൽ കണ്ണൂരിന് കുളിരായി എന്നാണ് തലവാചകം നൽകിയിരിക്കുന്നത്. പൊള്ളുന്ന മീനച്ചൂടിലും കേരളയാത്രയെ വരവേൽക്കാൻ കണ്ണൂരിൻ്റെ പാതയോരങ്ങളിൽ അണിനിരന്നത് ആയിരങ്ങൾ. നന്മയുടെ ഉറവ പറ്റാത്ത നാടിൻ്റെ മനസ്സിലേക്ക് കുളിർമഴയായി എത്തിയ കേരളയാത്രാ സംഘത്തെ കാണാൻ അവർ ഏറെ നേരം കാത്തുനിന്നു. ഒരു യാത്രയെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കാൻ ജാതിമത ഭേദമന്യേ ഒരുപക്ഷെ മറ്റൊരിടത്തും ഇത്രയും ആൾക്കൂട്ടത്തെ കാണാനാവില്ല. അധിനിവേശത്തിൻ്റെ നീരാളിക്കൈയിൽ നിന്ന് പിറന്ന മണ്ണിനെ മോചിപ്പിക്കാൻ ഉയർന്നൽകിയ ഗ്രാമീണ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാർ മലയാള ഭൂമിയുടെ നവോത്ഥാന നായകന് നൽകിയ വരവേൽപ്പ് അത്യന്തം ആവേശമായിരുന്നു എന്ന് തുടർന്നു പോകുന്നു ആ വരികൾ. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയാൽ പയ്യന്നൂരിൽ നൽകിയ സ്വീകരണത്തിൽ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം. അതിന് താഴെയായി തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ ഫാദർ മാത്യു കുഴിമലയിൽ പ്രസംഗിക്കുന്നു.
അതിൻ്റെ താഴെ TTK ദേവസ്വം പ്രസിഡന്റ് EP ഹരിജയന്തൻ നമ്പൂതിരി കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ചിത്രം കാണാം. തൊട്ട് താഴെയായി തളിപ്പറമ്പിലെത്തിയ കേരളയാത്രാ നായകൻ ഷെയ്ഖുന കാന്തപുരത്തെ EP ജയരാജൻ MLA സ്വീകരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. താഴേക്ക് വന്നാൽ പയ്യന്നൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ C മുഹമ്മദ് ഫൈസി സംസാരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. തളിപ്പറമ്പിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ KPCC സെക്രട്ടറി സതീശൻ പാച്ചേനി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. പിന്നീട് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തകർ നടത്തിയ റാലിയുടെ ഒരു ചിത്രം. പയ്യന്നൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ പട്ടുവം അബൂബക്കർ മൗലവി സംസാരിക്കുന്ന ഒരു ചിത്രം. കേരളയാത്രയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. മത വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന EP ജയരാജൻ്റെ ഒരു പ്രസ്താവന ഇവിടെ പ്രധാനമായും കൊടുത്തിരിക്കുന്നു. പുരോഗതിയിലേക്ക് നയിക്കുമെന്ന കടന്നപ്പള്ളിയുടെ ഒരു പ്രസ്താവന, രാഷ്ട്രീയ ആവശ്യങ്ങളെ വർഗീയവൽക്കരിക്കരുത് എന്ന കാന്തപുരം ഉസ്താദിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി അന്നത്തെ പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് കാണാം. ഒന്നാം കേരളയാത്ര ഓർത്തെടുത്ത് നേതാക്കൾ. കേരളയാത്രയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കെല്ലാം ഓർത്തെടുക്കാനുള്ളത് കാന്തപുരത്തിൻ്റെ ഒന്നാം കേരളയാത്രയുടെ അനുഭവങ്ങൾ. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കി നടത്തിയ ഒന്നാം കേരളയാത്രയെ സ്വീകരിക്കുകയും കേരളീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ അംഗീകാരം നൽകുകയും ചെയ്ത പൊതുസമൂഹം രണ്ടാം കേരളയാത്രയെ സ്വീകരിക്കാനെത്തുമ്പോഴും ഒന്നാം കേരളയാത്രയുടെ ഓർമ്മയിലാണ്. അടുത്ത ദിവസത്തെ വാർത്തകൾ നോക്കാം. വയനാടും നീലഗിരിയും കടന്ന് ഇന്ന് കോഴിക്കോട്. വയനാട് ജില്ലയിലെയും നീലഗിരിയിലെയുമൊക്കെ കാഴ്ചകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ പേജിൽ തന്നെ കേരളയാത്രയ്ക്ക് ബത്തേരിയിൽ നൽകിയ സ്വീകരണത്തിൽ യാത്രാനായകനെയും മറ്റ് സഹപ്രവർത്തകരെയും വേദിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. മഞ്ഞു പുതച്ചുറങ്ങുന്ന നീലഗിരി കുന്നിന് മുകളിൽ മാനവികതയുടെ ഉദയസൂര്യൻ. നാടുണർത്തിയുള്ള ചരിത്രയാത്രയ്ക്ക് തമിഴകത്തിൻ്റെ സ്നേഹവായ്പ്. വിപ്ലവസ്മരണകൾ ഉറങ്ങുന്ന വടക്കൻ മലബാറിൽ ജനലക്ഷങ്ങൾ പകർന്നു നൽകിയ ആവേശവുമായി യാത്ര നീലഗിരിയിലെത്തിയപ്പോൾ സംസ്ഥാന അതിർത്തികൾ ഭേദിച്ച് കേരളവും തമിഴ്നാടും കൈകോർത്തു. കണ്ണൂരിലെയും വയനാട്ടിലെയും നീലഗിരിയിലെയും കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഏറ്റവും താഴെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് കാണാം. കണ്ണൂരിലെ സ്വീകരണത്തിൽ N അലി അബ്ദുള്ള വിഷയാവതരണം നടത്തുന്നു. ശേഷം കൽപ്പറ്റയിലെ സ്വീകരണത്തിനിടെ ജാഥ ക്യാപ്റ്റന് ദാറുൽ ഫലാഹ് ജനറൽ സെക്രട്ടറി നീലിക്കണ്ടി പക്കർ ഹാജി മുത്തം നൽകുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ശേഷം മട്ടന്നൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കുടക് MP H വിശ്വനാഥ് കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ചിത്രം കാണാം. അതിനുശേഷം കൽപ്പറ്റയിൽ നൽകിയ സ്വീകരണത്തിൽ MP ഷാനവാസ് സംസാരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. അതിനുശേഷം കൽപ്പറ്റയിലെ സ്വീകരണ സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് നേതാവ് ഹംസ സംസാരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. ഇതിൻ്റെ പ്രധാന വാർത്തകളിലേക്ക് വന്നാൽ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ആണവ നിലയങ്ങളുടെ മേൽ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആ ഒരു കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. കുടക് MPയുടെ ഒരു പ്രസ്താവനയുണ്ട്. കാന്തപുരത്തിൻ്റേത് ധർമ്മ പോരാട്ടം. കുടക് MP H വിശ്വനാഥിൻ്റെ പ്രസ്താവന കാണാം. അതിരുകൾ ഭേദിച്ച് ജൈത്രയാത്ര. കേരളയാത്രയ്ക്ക് മട്ടന്നൂരിൽ നൽകിയ സ്വീകരണത്തിനിടെ MV ജയരാജൻ, മന്ത്രി KC ജോസഫ്, K സുധാകരൻ MP എന്നിവർ കാന്തപുരത്തിനൊപ്പം സ്വകാര്യ സംഭാഷണത്തിൽ. ഭാഷാ വർഗ വർണ്ണ ഭൂമിശാസ്ത്ര അതിരുകൾ ഭേദിച്ച് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരളയാത്ര ജൈത്രയാത്ര തുടരുന്നു. കാസർഗോഡ് നിന്നാരംഭിച്ച യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രയാണം പൂർത്തിയാക്കി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ പര്യടനത്തിന് ശേഷം വയനാടൻ മലനിരകളിലൂടെ ഇന്ന് ആസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുകയാണ്. അതിൽ PK ഗോപിയുടെ ഒരു കവിതയും കൊടുത്തിരിക്കുന്നത് കാണാം. മാനവികതയുടെ വീണ്ടെടുപ്പിനായി കാന്തപുരം നടത്തിയ സ്നേഹയാത്രയ്ക്ക് കവിതയിലൂടെ അഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യനായി ഞാൻ പിറന്നതൂഴിയിൽ മനുഷ്യനായി തന്നെ പുലരുവാൻ, ഇടക്കിരുട്ടിൻ്റെ കറുപ്പ് മൂടുമ്പോൾ വെളിച്ചമേകുന്ന പാഠം പ്രവാചകം എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ അഭിവാദ്യ കവിത. അതിനുശേഷം കേരളയാത്രയെ പ്രശംസിച്ചുകൊണ്ട് സുധാകരനും ജയരാജനും സംസാരിച്ചതിനെക്കുറിച്ചുള്ളൊരു വാർത്ത. ഗൂഡല്ലൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായെത്തിയ മാലി അംബാസിഡർ ഉസ്മാൻ താണ്ടിയ ഉസ്താദിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കാണാം. കാന്തപുരം അവർകളെ അൻപുപയനം നീലഗിരി മാവട്ടത്തിൽ. ഇന്നലെ നീലഗിരിയിലാകെ മുഴക്കമായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര നീലഗിരിയിലെത്തുന്നതിൻ്റെ വരവറിയിച്ചുകൊണ്ട് അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നു. കാന്തപുരം ഉസ്താദിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഇവിടെ മറ്റൊരു ചിത്രം കൂടി കാണാം. അന്നത്തെ മന്ത്രിയായിരുന്ന KP മോഹനൻ കാന്തപുരത്തോടൊപ്പം നിൽക്കുന്നതിൻ്റെ ദൃശ്യമാണ്.
KC ജോസഫിൻ്റെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. യാത്ര മനസാക്ഷി ഉണർത്താൻ പര്യാപ്തമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വാർത്തയായി നൽകിയിരിക്കുന്നു. അടുത്ത ദിവസം കോഴിക്കോട് ജില്ലയിലെ വാർത്തകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യ പേജിൽ തന്നെ കേരള യാത്രക്ക് പൂനൂരിൽ നൽകിയ സ്വീകരണത്തിൽ മാലയിട്ട് വരവേൽക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. കേരള യാത്ര ഇന്ന് കോഴിക്കോട് നഗരത്തിൽ. മനസ്സുണർത്തി മുന്നേറുന്ന കേരളയാത്ര ധീരദേശാഭിമാനത്തിന്റെ പ്രതീകങ്ങളായ കുഞ്ഞാലിമരക്കാർമാരുടെ ഓർമ്മകളിരമ്പുന്ന കോഴിക്കോട് ജില്ലയിൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രം കോഴിക്കോട് എഡിഷൻ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് പ്രാദേശിക പേജുകളിലൊക്കെ കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും കാണാം. ഇവിടെ ഈ ഒരു ദിവസം, അതായത് ഏപ്രിൽ 17 സ്വീകരണത്തെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. നരിക്കുനി വഴി സുവർണ നഗരിയിലൂടെ കർമ്മഭൂവിലേക്ക്. ഈ ദിവസത്തെ സ്വീകരണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അതോടൊപ്പം കേരള യാത്രയുടെ വിളംബര റാലികളുടെയൊക്കെ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള യാത്ര ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും, ഉജ്ജ്വല വരവേൽപ്പ്. ഇവിടെ നാദാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ കാന്തപുരം ഉസ്താദ് സംസാരിക്കുന്ന ഒരു ചിത്രം കാണാം. മർക്കസിലെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ കുന്നമംഗലത്ത് നടത്തിയ വിളംബര റാലിയുടെ ഒരു ചിത്രം കാണാം. ശേഷം താമരശ്ശേരിയിലെ സ്വീകരണ വേദിയിലേക്ക് ഉസ്താദിനെ ആനയിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. വടകരയിൽ നൽകിയ സ്വീകരണത്തിൽ CK നാണു MLA ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ വാർത്ത കാണാം. പ്രധാന പേജിലേക്ക് പോയാൽ ജന്മനാടിൻ്റെ മനസ്സു തൊട്ട് സുന്നി സംഘടനയുടെ ത്രിവർണ പതാക വീശിയെത്തുന്നവർ, സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്ന ആയിരങ്ങൾ, ഉയർന്നു കേൾക്കുന്ന തക്ബീർ ധ്വനികൾ, വിപ്ലവ ഗാനങ്ങൾ, പ്രാസ്ഥാനിക സംഘശക്തിയുടെ കരുത്ത് വിളിച്ചറിയിക്കുന്നതായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഇന്നലത്തെ മഹാപ്രയാണം. ആദർശ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരന് ഉജ്ജ്വല വരവേൽപ്പാണ് ആസ്ഥാന ജില്ല നൽകിയത്. അതിനെക്കുറിച്ചുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. ഉസ്താദിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന കൂടി അതിന് താഴെ കാണാം. അക്രമ രാഷ്ട്രീയത്തിലൂടെ വർഗീയ ശക്തികൾ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ള ഉസ്താദിൻ്റെ പ്രസ്താവനയാണ്. ശേഷം ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ആദ്യം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അടിവാരത്ത് ഉസ്താദിനെ സ്വീകരിക്കുന്നതിൻ്റെ ചിത്രം. അതിന് താഴെ താമരശ്ശേരിയിലെ സ്വീകരണ വേദിയിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. താമരശ്ശേരിയിലെ സ്വീകരണ സമ്മേളനത്തിൽ മുഹമ്മദ് ഫൈസി അമേരിക്ക പ്രഭാഷണം നടത്തുന്നു. കേരള യാത്രയെ അനുഗമിക്കുന്ന വാഹന വ്യൂഹത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ വലതുഭാഗത്തേക്ക് വന്നാൽ കേരള യാത്രയെ വരവേൽക്കാൻ റോഡരികിൽ കാത്തു നിൽക്കുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു ചിത്രം കാണാം. കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവേലത്ത് തങ്ങളുടെ മഖ്ബറയിൽ ഉസ്താദ് പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ശേഷം താമരശ്ശേരിയിലെ സ്വീകരണത്തിനിടെ അദ്ദേഹത്തിൻ്റെ പൗത്രൻ കാന്തപുരത്തെ ഷാൾ അണിയിക്കുന്നതിൻ്റെ ദൃശ്യമുണ്ട്. പൂനൂരിൽ ഹെൽത്ത് കെയർ സൊസൈറ്റി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉസ്താദിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ഇവിടെ താമരശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. അതിനുശേഷം ശാന്തിസുമങ്ങളുമായി കാന്തപുരം വരവായി. സ്നേഹമന്ത്രങ്ങളുമായി നാടുണർത്തിയുള്ള കാന്തപുരത്തിൻ്റെ കേരള യാത്രയിലെ ഏറ്റവും ആകർഷകമായ സ്നേഹഗീതത്തിൻ്റെ വരികളാണിത്. ഇപ്പോഴും ആളുകൾ ഏറ്റുചൊല്ലുന്ന ആ ഒരു ഗാനത്തിനെ കുറിച്ചുള്ള കേരള യാത്ര തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കാന്തപുരം മുന്നോട്ട് വെക്കുന്നത് കാലം ആവശ്യപ്പെടുന്ന നവോത്ഥാനം എന്ന MK രാഘവൻ MPയുടെ ഒരു പ്രസ്താവന. സാമൂതിരിയുടെ മണ്ണിൽ രാജകീയ വരവേൽപ്പ് എന്നാണ് കോഴിക്കോട് ജില്ലയിലെ യാത്ര അവസാനിച്ച ശേഷം അതിനെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യ പേജിൽ തന്നെ മുതലക്കുളത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെയും അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ കാണാം. അതിൻ്റെ മറ്റ് പേജുകളിലെ വാർത്തകളിലേക്ക് പോകാം. രണ്ടാമത്തെ പേജിലേക്ക് വന്നാൽ ഇവിടെ 2 ചിത്രങ്ങൾ കാണാം. മുക്കത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ T സിദ്ദീഖ് സംസാരിക്കുന്നതിൻ്റെയാണ് ആദ്യത്തേത്. അടുത്തത് കേരള യാത്രക്ക് നരിക്കുനിയിൽ നൽകിയ സ്വീകരണത്തിൽ C മുഹമ്മദ് ഫൈസി സംസാരിക്കുന്നതിൻ്റെ ചിത്രം കൂടി കാണാം. അടുത്ത പേജിലേക്ക് വന്നാൽ കുന്നമംഗലത്തെത്തിയ കാന്തപുര ഉസ്താദിനെ പ്രവർത്തകർ വേദിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. അതിനുശേഷം കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ PV ഗംഗാധരൻ കാന്തപുരം ഉസ്താദിനെ ആദരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. സാമുദായിക നേതാക്കളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ വിലപേശലുകൾ ഗുണം ചെയ്യില്ല എന്ന കാന്തപുരത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ മാനവികത ഉണരട്ടെ എന്ന തലവാചകത്തിൽ അഡ്വക്കേറ്റ് KNA ഖാദർ എഴുതിയ ഒരു വിശദമായ ലേഖനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിയ മധ്യഭാഗത്തേക്ക് വന്നാൽ ചരിത്ര നഗരം സാക്ഷി. വാഹനങ്ങളുടെ അകമ്പടിയോടെ കാന്തപുരത്തെ കൊടുവള്ളിയിൽ നിന്നും കുന്നമംഗലത്തേക്ക് ആനയിക്കുന്നതിൻ്റെ ദൃശ്യമാണ് ആദ്യം. അതിനുശേഷം കേരള യാത്രയെ കുന്നമംഗലത്തെ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് വീക്ഷിക്കുന്നവരുടെ ചിത്രം കാണാം. മുക്കത്തെ സ്വീകരണത്തിനിടയിൽ മാനവീയം പ്രത്യേക പതിപ്പ് വായിക്കുന്ന ഉസ്താദിനെ കാണാം.
അതിനുശേഷം നരിക്കുനിയിലെ സ്വീകരണ സമ്മേളനത്തിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സംസാരിക്കുന്ന ഒരു ചിത്രം കാണാം. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ ആണ്. അതിനുശേഷം കൊടുവള്ളിയിലെ സ്വീകരണത്തിൽ മക്കാട്ടില്ലത്ത് മാധവൻ നമ്പൂതിരിപ്പാട് കാന്തപുരത്തെ ഷാൾ അണിയിക്കുന്നതിൻ്റെ ചിത്രം കാണാം. അതിന് താഴെ ആശുപത്രി കിടക്കയിൽ നിന്ന് ആവേശപൂർവ്വം എന്ന തലവാചകത്തിൽ പാർന്നൂർ PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നരിക്കുനിയിലെ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യം കാണാം. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആവേശപൂർവ്വം ഇവിടെ വന്ന് സംസാരിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന പൊതുപരിപാടി കൂടിയായിരുന്നു ഇത്. അടുത്ത 3 നാൾ മലപ്പുറത്തിൻ്റെ മണ്ണിൽ എന്ന ഒരു വാർത്ത കാണാം. ശേഷം മുക്കത്തെ സ്വീകരണത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കാണാം. കേരളയാത്രയുടെ എതിരാളി പിശാച് മാത്രം എന്ന നരിക്കുനിയിലെ സ്വീകരണ സമ്മേളനത്തിൽ PT റഹീം സംസാരിച്ചതിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കാണാം. കർമ്മഭൂവിൽ വീരോചിത വരവേൽപ്പ് കുന്നമംഗലത്തെ സ്വീകരണത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. മലപ്പുറം ജില്ലയിലെ കേരളയാത്ര സ്വീകരണത്തിൻ്റെ വാർത്തകളും ചിത്രങ്ങളുമാണ് ഇനി. കൊണ്ടോട്ടിയിലെത്തിയ കേരളയാത്രാ സംഘത്തിന് പ്രവർത്തകർ ആവേശോജ്വല സ്വീകരണം നൽകിയതിൻ്റെ മനോഹരമായൊരു ചിത്രമാണ് ആദ്യ പേജിൽ തന്നെ ഏപ്രിൽ 19 നൽകിയിരിക്കുന്നത്. ഏറനാടൻ കരുത്ത് എന്നാണ് ഇന്നത്തെ പ്രധാന തലവാചകമായി നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യം കൊണ്ടോട്ടിയിലെ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്ന ഒരു ചിത്രം കാണാം. വലതുവശത്തേക്ക് വന്നാൽ കേരളയാത്രക്ക് നിലമ്പൂരിലേക്ക് സ്വാഗതം ആശംസിക്കുന്ന ബാനറുമായി സ്നേഹസംഘം പ്രവർത്തകർ നിൽക്കുന്ന മനോഹരമായൊരു ചിത്രം. അതിനുശേഷം നിലമ്പൂർ കോവിലകത്തെ സീനിയർ രാജ വിജയവർമ്മ തമ്പാനും അന്നത്തെ നിലമ്പൂർ നഗരസഭാ ചെയർമാനായ ആര്യാടൻ ഷൗക്കത്തും കേരളയാത്രാ നായകന് തേക്കിൻ തൈ നൽകി സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. അതിന് താഴെ കൊണ്ടോട്ടിയിലെ സ്വീകരണ വേദിയിൽ MP വീരേന്ദ്രകുമാറും ഉസ്താദും തമ്മിലുള്ള സംസാരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട്. അതിന് താഴെയായി കൊണ്ടോട്ടിയിലെ സ്വീകരണ സമ്മേളനത്തിൽ സുലൈമാൻ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ചിത്രം കാണാം. താഴേക്ക് വന്നാൽ നിലമ്പൂരിലെ സ്വീകരണത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. കൊണ്ടോട്ടിയിലെ സ്വീകരണത്തിനെത്തിയ പ്രവർത്തകർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീക്ഷിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അരീക്കോട്ടെ സ്വീകരണ സമ്മേളനത്തിനിടെ കുഞ്ഞുമോൻ മുസ്ലിയാർ കേരളയാത്രാ നായകൻ കാന്തപുരം ഉസ്താദിനെ ആശീർവദിക്കുന്നതിൻ്റെ ഒരു ചിത്രമുണ്ട്. മഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ BJP ദേശീയ സമിതി അംഗം C വാസുദേവൻ മാസ്റ്റർ ആശംസയർപ്പിക്കുന്നതിന് ചിത്രം കൂടിയുണ്ട്. ഇനി വാർത്തകളിലേക്ക് വന്നാൽ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കണം എന്ന ഒരു ഉസ്താദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്ന ശുദ്ധജല വിതരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. കേരളയാത്രയുടെ സൗന്ദര്യമായി സ്നേഹസംഘത്തെക്കുറിച്ചുള്ള വാർത്ത. MI ഷാനവാസിൻ്റെ ഒരു പ്രസ്താവന, വർഗീയ വിത്ത് വിതയ്ക്കുന്നവരെ തിരിച്ചറിയണം. ജയിലിൽ നിന്ന് മഅ്ദനിയുടെ സലാം. അന്ന് ജയിലിൽ ആയിരുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന് ആശംസകൾ അറിയിച്ചതിൻ്റെ ഒരു വാർത്ത. ഏപ്രിൽ 20 പത്രത്തിലേക്ക് വന്നാൽ ചരിത്രമണ്ണിൽ മഹാപ്രയാണം എന്ന മലപ്പുറം ജില്ലയിലെ സ്വീകരണങ്ങളെക്കുറിച്ചുള്ള വിശേഷണവുമായി ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. അതിന് താഴെ കേരളയാത്രയ്ക്ക് ചെമ്മാട്ട് നൽകിയ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ മനോഹരമായൊരു ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിശദമായ ചിത്രങ്ങളും വാർത്തകളും പരിശോധിക്കാം. മനം നിറഞ്ഞ് മലപ്പുറം എന്നാണ് പ്രധാന തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ആദ്യം ചിത്രങ്ങൾ നോക്കാം. മലപ്പുറത്തെ സ്വീകരണത്തിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സംസാരിക്കുന്നു. കോട്ടക്കലിലെ സ്വീകരണ സമ്മേളനത്തിൽ കാന്തപുരത്തെ KT ജലീൽ MLA ആശ്ലേഷിക്കുന്നു. അതിനുശേഷം ചെമ്മാട്ട് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കവി രാവണപ്രഭു ഉസ്താദിന് പുസ്തകം സമ്മാനിക്കുന്ന ഒരു ചിത്രം കാണാം. അടുത്തതായി കോട്ടക്കൽ ടൗണിൽ കേരളയാത്രയെ സ്വീകരിക്കാൻ അണിനിരന്ന സ്നേഹസംഘം പ്രവർത്തകരുടെ മനോഹരമായ ഒരു ദൃശ്യം കൂടിയുണ്ട്. മുകളിലേക്ക് പോയാൽ അറിവിൻ്റെ കലവറയുമായി സഞ്ചരിക്കുന്ന പുസ്തകശാല, കേരളയാത്രയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകശാലയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും ചിത്രവുമാണ് പ്രധാന ചിത്രമായി നൽകിയിരിക്കുന്നത്. മലപ്പുറത്തെ സ്വീകരണത്തിനിടെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ചിത്രമാണ്. പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തിൽ ഫാദർ ജോസഫ് അരിഞ്ഞാനിയോലിക്കൽ, സ്വാമി തുളസിദാസ് എന്നിവർ കാന്തപുരം ഉസ്താദിനെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. വലതുവശത്തേക്ക് വന്നാൽ മലപ്പുറം സ്വീകരണ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ഷഹീൻ ഷാ ജഹാംഗീർ സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടി കാണാം. ഇനി വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഉസ്താദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ആരോഗ്യ മേഖലയിലെ ചൂഷണം തടയാൻ നിയമം കൊണ്ടുവരണമെന്ന ഉസ്താദിൻ്റെ ഒരു കാലോചിതമായ പ്രസ്താവനയാണ് അവിടെ പ്രാധാന്യത്തോടു കൂടി വാർത്തയായി നൽകിയിരിക്കുന്നത്. താഴേക്ക് വന്നാൽ കാന്തപുരം ഭാരതയാത്ര നടത്തണം എന്ന ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ഷഹീൻ ഷാ ജഹാംഗീർ പ്രസ്താവിച്ചതിൻ്റെ ഒരു വാർത്തയാണ്. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ KT ജലീൽ, പുറം തിരിഞ്ഞു നിൽക്കുന്നവർ മറുപടി പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. OK ഉസ്താദിൻ്റെ മഖ്ബറയിൽ
അനുഗ്രഹം തേടി ഉസ്താദ് എത്തിയതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അനുഗ്രഹം തേടി ഗുരുവര്യരുടെ തിരുസന്നിധിയിൽ എന്നാണ് അതിന് തലവാചകമായി നൽകിയിരിക്കുന്നത്. കേരള യാത്ര മലപ്പുറം സഹകരണ ആശുപത്രിക്ക് നൽകുന്ന ഫ്രിഡ്ജിൻ്റെ താക്കോൽദാനം ഉസ്താദ് ആശുപത്രി സൂപ്രണ്ടിന് കൈമാറുന്നതിൻ്റെ ഒരു ദൃശ്യവും വാർത്തയും ഇവിടെ കാണാൻ സാധിക്കുന്നു. അടുത്ത ദിവസത്തെ പത്രത്തിൽ കേരളയാത്രയുടെ വാർത്ത ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത് മലപ്പുറം പിന്നിട്ടു, കേരളയാത്ര ഇന്ന് പാലക്കാട്ട് എന്നാണ്. കേരളയാത്രക്ക് തിരൂരിൽ നൽകിയ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. നെല്ലറയുടെ നാട്ടിൽ എന്നാണ് പ്രധാന തലവാചകമായി നൽകിയിരിക്കുന്നത്. ആ ദിവസത്തെ ചിത്രങ്ങളും വാർത്തകളും നോക്കാം. ആദ്യം ചിത്രങ്ങൾ. തിരൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ ആശുപത്രിക്കുള്ള ഓക്സിജൻ കൺസെൻട്രേഷൻ മെഷീനുകളുടെ രേഖ ഡോക്ടർ ജമാൽ മുഹമ്മദിന് ഉസ്താദ് കൈമാറുന്നതിൻ്റെ ഒരു ചിത്രമാണ്. അതിനുശേഷം തിരൂർ സ്വീകരണത്തിൽ തിരൂരിലെ നഗരസഭ വൈസ് ചെയർമാൻ കെ രാമൻകുട്ടി ഉസ്താദിന് ഉപഹാരം നൽകുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. അതിനുശേഷം അംഗവൈകല്യമുള്ളവർക്ക് വീൽ ചെയറിനുള്ള സഹായം ഉസ്താദ് കൈമാറുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടിയുണ്ട്. അശരണർക്ക് സ്നേഹത്തണലേകി കാന്തപുരമെത്തി. തവനൂർ വൃദ്ധസദനം സന്ദർശിക്കാൻ ഉസ്താദ് എത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇതിൽ പൊന്നാനിയിലെ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. പൊന്നാനിയിലെ സ്വീകരണ സമ്മേളനം അന്നത്തെ MLA ആയിരുന്ന P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാർത്ഥവാഹക സംഘം മലപ്പുറത്തോട് യാത്ര പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ സ്വീകരണ പരിപാടികൾ അവസാനിച്ചതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇവിടെ ഉസ്താദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി കൊടുത്തിരിക്കുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിലാണ് ഉസ്താദ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അടുത്ത ദിവസത്തെ പ്രധാന തലക്കെട്ട് വീരേതിഹാസം രചിച്ച ടിപ്പുവിൻ്റെ പടയോട്ട മണ്ണിൽ. കേരളയാത്ര മണ്ണാർക്കാട് എത്തിയപ്പോൾ ജാഥാനായകൻ കാന്തപുരം ഉസ്താദിന് ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ K. നാരായണൻകുട്ടി മാസ്റ്റർ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ട ഭൂമിയിൽ മാനവിക മന്ത്രങ്ങളുമായി നവോത്ഥാന നായകൻ എത്തിയപ്പോൾ ആവേശം അലതല്ലി. മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ഹൃദയതാളമായി അത് പടർന്നിറങ്ങി. മാനവിക കേരളത്തിനായുള്ള മഹാദൗത്യത്തിൽ നെല്ലറയുടെ നാടും കണ്ണിച്ചേർന്നു. അത്യുഷ്ണത്തിൽ വിണ്ടുകീറിയ പാലക്കാടിൻ്റെ മണ്ണിൽ സ്നേഹത്തിൻ്റെ കുളിരി ചൊരിയുകയായിരുന്നു കേരളയാത്ര. പാലക്കാട്ടെ കാഴ്ചകൾ നോക്കാം. സാന്ത്വനമായി എന്നാണ് പ്രധാന തലവാചകമായി നൽകിയിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് കുറച്ച് പ്രസ്താവനകൾ നോക്കാം. കാന്തപുരം സാമൂഹിക പരിഷ്കർത്താവെന്നാണ് CP മുഹമ്മദ് MLA പറഞ്ഞത്. കേരളയാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഒറ്റപ്പെടുമെന്ന് MP രാജേഷ് MP പ്രസ്താവിച്ചു. ഈ നൂറ്റാണ്ട് മനുഷ്യത്വത്തിൻ്റെതാകണമെന്ന് M ഹംസ MLA പറഞ്ഞതിൻ്റെ ഒരു പ്രസ്താവന കാണാം. രാഷ്ട്രീയ പാർട്ടികൾ പരിധി വിടരുതെന്ന ഷാഫി പറമ്പിൽ MLAയുടെ അന്നത്തെ MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ഏഴാം കടലിനക്കരെയും ആവേശം തത്സമയ സംപ്രേഷണത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കേരളയാത്രയുടെ ആവേശം അലയടിക്കുമ്പോൾ തന്നെ ഏഴാം ബഹറിനക്കരെയും അണമുറിയാത്ത ആഹ്ലാദം അലതള്ളുകയാണ്. ഇൻ്റർനെറ്റിലെ തത്സമയ സംപ്രേഷണമാണ് പ്രവാസികളായ പ്രവർത്തകർക്ക് ആവേശം പകരുന്നത്. രാജ്യദ്രോഹ നിലപാടെടുക്കുന്ന സർക്കാർ അഭിഭാഷകരെ നീക്കം ചെയ്യണമെന്ന കാന്തപുരം ഉസ്താദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി വാർത്തയായി നൽകിയിരിക്കുന്നു. ഇനി ചിത്രങ്ങൾ നോക്കാം. പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ CP മുഹമ്മദ് MLA സംസാരിക്കുന്നു. അതിന് താഴെ ഒറ്റപ്പാലത്ത് M ഹംസ MLA ഉസ്താദിനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. പാലക്കാട്ടെ സ്വീകരണത്തിനിടെ കാന്തപുരവും ഷാഫി പറമ്പിൽ MLAയും സംസാരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. മണ്ണാർക്കാട്ടെ സ്വീകരണത്തിനിടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി കാന്തപുരവുമായി സംസാരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കാണാം. പട്ടാമ്പിയിലെ സ്വീകരണത്തിനിടെ ആത്മചിത്രാനന്ദ സരസ്വതി സ്വാമികൾ കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യം കാണാം. മണ്ണാർക്കാട്ടെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നു. മണ്ണാർക്കാട്ടെ സ്വീകരണ സമ്മേളനത്തിൽ ദാമോദരൻ നമ്പൂതിരി ഉസ്താദിനെ ഹസ്തദാനം ചെയ്യുന്നു. ഒറ്റപ്പാലത്ത് വീരാൻകുട്ടി ബാക്കവി ഉസ്താദിനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിനൊരു ചിത്രം കൂടിയുണ്ട്. പാലക്കാട് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറത്ത് കാന്തപുരം ഉസ്താദിനെ അലി മുസ്ലിയാർ കുമരംപുത്തൂർ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസത്തേക്ക് വന്നാൽ തൃശ്ശൂർ പിന്നിട്ട് ഇന്ന് എറണാകുളത്ത് എന്ന തലവാചകത്തിലാണ് പ്രധാന വാർത്ത നൽകിയിരിക്കുന്നത്. കേരളയാത്രയ്ക്ക് ചെറുതുരുത്തിയിൽ നൽകിയ സ്വീകരണത്തിൽ മുൻ സ്പീക്കർ K. രാധാകൃഷ്ണനും TN പ്രതാപൻ MLAയും ഉസ്താദിന് വള്ളത്തോൾ കൃതി സമ്മാനിക്കുന്നതിൻ്റെ ഒരു
ദൃശ്യമുണ്ട്. മാലിക് ബിൻ ദിനാറിൻ്റെയും ചേരമാൻ പെരുമാളിൻ്റെയും ഓർമ്മകളിരമ്പുന്ന മണ്ണിൽ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമിയിൽ മനുഷ്യത്വത്തിൻ്റെ ഉണർത്തുപാട്ടുയർന്നു. മാനവികതയാണ് ഏറ്റവും വലിയ സംസ്കാരമെന്ന ആഹ്വാനവുമായി സാംസ്കാരിക തലസ്ഥാനത്തെത്തിയ കേരളയാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണമെന്നാണ് തൃശ്ശൂരിലെ സ്വീകരണത്തെക്കുറിച്ച് സിറാജ് അന്ന് കുറിച്ചത്. സാംസ്കാരിക തലസ്ഥാനത്ത് എന്നാണ് പ്രധാന തലവാചകമായി നൽകിയിരിക്കുന്നത്. ചെറുതുരുത്തിയിലെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ നോക്കാം. സാമ്രാജ്യത്വത്തിനെതിരെ ജനകീയ ഐക്യം രൂപപ്പെടണമെന്ന് എം ചന്ദ്രൻ MLA പ്രസ്താവിച്ചു. യുവതലമുറ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യമാണ് കേരളയാത്രയുടെ മുദ്രാവാക്യമെന്ന് PK ബിജു MP പ്രസ്താവന നടത്തിയതിൻ്റെ ഒരു വാർത്തയാണ്. തൃശ്ശൂർ ജില്ലാ അതിർത്തിയിൽ ഉസ്താദിനെ സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. കേരളയാത്രയ്ക്ക് നെന്മാറയിൽ നൽകിയ സ്വീകരണത്തിൽ ചിറ്റൂർ MLA K അച്യുതൻ ആശംസാ പ്രസംഗം നടത്തുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. തൃശ്ശൂർ ചെറുതുരുത്തിയിൽ സ്വീകരണ വേദിയിലേക്ക് ഉസ്താദിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട്. തൃശ്ശൂരിലെ സ്വീകരണ വേദിയിൽ മേയർ IP പോൾ ഉസ്താദിന് ഉപഹാരം നൽകുന്നതിൻ്റെ ഒരു ചിത്രം കൂടി കാണാം. കേരളയാത്രാ വേദിയിൽ സാംസ്കാരിക തലസ്ഥാനത്തെത്തിയപ്പോൾ SYS സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി 11 നിർധന യുവതികൾക്ക് മംഗല്യത്തിലൂടെ സ്വപ്ന സാഫല്യം നേടി നൽകാൻ കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾക്ക് SYSൻ്റെ വിവാഹ സഹായ പദ്ധതി അനുഗ്രഹമായിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്ത ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ ആഘോഷിക്കപ്പെടുന്ന പ്രവണത മാറണമെന്ന് K രാധാകൃഷ്ണൻ MLAയുടെ ഒരു പ്രസ്താവന കൂടി കൊടുത്തിരിക്കുന്നു. നെല്ലറയുടെ ഉള്ളറകളിൽ കടന്ന് കേരളയാത്ര എന്ന് പാലക്കാട് ജില്ലയിലെ യാത്രയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത നൽകിയിരിക്കുന്നു. സമാപന പരിപാടിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്ത കൂടി ഈ പേജിലുണ്ട്. അനന്തപുരി ഒരുങ്ങുന്നു എന്ന തലവാചകത്തിലാണ് മലയാള നാട് നെഞ്ചേറ്റിയ കേരളയാത്രയുടെ സമാപന സംഗമത്തിന് തലസ്ഥാനം ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരിക്കുന്നത്. ഇടതുഭാഗത്ത് കുറച്ച് ചിത്രങ്ങൾ കൂടിയുണ്ട്. ദയ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ KV അബ്ദുൽ അസീസ് 2 ഡയാലിസിസ് യൂണിറ്റുകളുടെ രേഖകൾ കാന്തപുരം ഉസ്താദിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യമാണ്. ആലത്തൂരിലെ സ്വീകരണ വേദിയിലെത്തിയ ഉസ്താദിനെ MLA M ചന്ദ്രൻ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട്. അതിന് താഴേക്ക് വന്നാൽ തൃശ്ശൂർ ജില്ലാ അതിർത്തിയിലെത്തിയ കേരളയാത്രാ നായകനെ താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി കാണാം. മെട്രോ നഗരത്തിലും ആവേശത്തിമിർപ്പ് എന്ന തലവാചകത്തോടെയാണ് 24-ാം തീയതിയിലെ സിറാജ് ദിനപത്രം പുറത്തിറങ്ങിയത്. നാട്ടുത്സവങ്ങൾ സാമുദായിക സൗഹൃദത്തിൻ്റെ ഭൂമിക തീർത്ത സാമ്രാജ്യത്വത്തിനെതിരായ സമരചരിത്രമുള്ള ചാവക്കാട്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബിക്കടലിൻ്റെ ഓളങ്ങളിൽ പങ്കായമറിഞ്ഞെത്തിയ പ്രവാചകാനുയായികൾ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ നന്മ നട്ട കൊടുങ്ങല്ലൂരിലും 10,000ങ്ങളുടെ ഹൃദയം തൊട്ടാണ് കേരളയാത്ര വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലെത്തിയത്. കേരളയാത്രയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ ഉസ്താദിനെ ഹസ്തദാനം ചെയ്യുന്ന പ്രവർത്തകരുടെ ചിത്രമാണ് 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. വാണിജ്യനഗരി ഹൃദയപൂർവ്വം എന്നാണ് പ്രധാന തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ സ്വീകരണത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉസ്താദിനോടൊപ്പം നിൽക്കുന്നു. അന്നത്തെ MLA ആയിരുന്ന ഹൈബി ഈഡൻ ഉസ്താദുമായി സംസാരിക്കുന്നു. ചാവക്കാട്ട് സ്വീകരണത്തിൽ ഫാദർ ബർണാഡ് തട്ടയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. ചാവക്കാട്ട് സ്വീകരണത്തിൽ ഉസ്താദിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ TV ചന്ദ്രമോഹൻ ആശ്ലേഷിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. പള്ളുരുത്തിയിലെ സ്വീകരണ വേദിയിലേക്ക് ഉസ്താദിനെയും ജാഥ അംഗങ്ങളെയും ആനയിക്കുന്നതിൻ്റെ മനോഹരമായൊരു ദൃശ്യം കൂടിയുണ്ട്. കൊടുങ്ങല്ലൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ചാവക്കാട്ടെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രമുണ്ട്. കേരളയാത്രയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ വിവാഹ ധനസഹായം ഉസ്താദ് കൈമാറുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട്. ചാവക്കാട്ടെ സ്വീകരണ സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ചിത്രമാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിൽ P രാജീവ് MPയും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഉസ്താദിനോടൊപ്പം ഇരിക്കുന്ന ചിത്രം കാണാം. കൊടുങ്ങല്ലൂരിലെ സ്വീകരണ വേദിയിൽ TN പ്രതാപൻ MLAയും KP ധനപാലൻ MPയും ഉസ്താദിനോടൊപ്പം ഇരിക്കുന്ന ചിത്രം കാണാം. കേരളയാത്രയ്ക്കും യാത്രാനായകൻ കാന്തപുരം ഉസ്താദിനും ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ അഭിവാദ്യം. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന സമാപന സ്വീകരണ സമ്മേളനത്തിൽ ആരോഗ്യ കാരണങ്ങളാൽ എത്താൻ കഴിയാതിരുന്ന അദ്ദേഹം സംഘാടകർക്ക് സന്ദേശം എഴുതി എത്തിക്കുകയായിരുന്നു. ഉസ്താദിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന, വൈകാരിക രാഷ്ട്രീയം സൗഹാർദ്ദാന്തരീക്ഷം തകർക്കും. ഇവിടെ ചാവക്കാട്ടെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുമ്പോൾ അത് സാഗൂതം വീക്ഷിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. ധാന്യവിളകളുടെ നാട്ടിൽ ആവേശോജ്വലം. മധ്യകേരളത്തിൽ മാനവിക ഐക്യത്തിനുള്ള മഹാമുന്നേറ്റം. സംസ്ഥാനത്തിൻ്റെ പകുതി പിന്നിട്ടെത്തിയ കേരളയാത്രയെ സ്നേഹപ്പൂക്കൾ വിതറിയാണ് മധ്യകേരളം സ്വീകരിച്ചത്. മൂവാറ്റുപുഴയിൽ നടന്ന കേരളയാത്രാ സ്വീകരണ സമ്മേളനത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. മാമലകൾ കടന്ന്
മറ്റേതൊരു സംഘടനയെക്കാളും കാന്തപുരത്തിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്ത് ഇടമുണ്ടെന്ന് തെളിയിച്ച് കേരളയാത്രയുടെ ജില്ലയിലെ പര്യടനത്തിന് രാജകീയമായ പരിസമാപ്തി. ചിത്രങ്ങൾ നോക്കാം. മൂവാറ്റുപുഴയിലെ സ്വീകരണത്തിനിടെ ഷെയ്ഖുന കാന്തപുരവും ഡോക്ടർ അഥനാസിയോസ് തോമസ് മെത്രാപ്പൊലീത്തയും സൗഹൃദ സംഭാഷണത്തിൽ. അടുത്ത ചിത്രം മൂവാറ്റുപുഴ നഗരസഭയുടെ ഉപഹാരം ചെയർമാൻ UR ബാബു ഉസ്താദിനെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. മൂവാറ്റുപുഴയിലെ സ്വീകരണത്തിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ യാത്രാനായകൻ കാന്തപുരം ഉസ്താദ് ഷാൾ അണിയിക്കുന്നതിൻ്റെ ഒരു ചിത്രമുണ്ട്. ആലുവയിലെ സ്വീകരണത്തിൽ GCDA ചെയർമാൻ N വേണുഗോപാൽ സംസാരിക്കുന്ന ഒരു ചിത്രം കാണാം. മൂവാറ്റുപുഴയിലെത്തിയ കേരളയാത്രാ നായകനായ ഉസ്താദിനെ ജോസഫ് വാഴക്കൻ MLA ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടി കാണാം. സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന ഉസ്താദിന്റെ ഒരു ആഹ്വാനം കൂടി പ്രാധാന്യത്തോടുകൂടി ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കേരളയാത്രയുടെ സമാപനത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ആവേശത്തിൽ അനന്തപുരി, ജനലക്ഷങ്ങളെത്തും, ഉപയാത്ര തുടങ്ങി അതിൻ്റെ പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഏപ്രിൽ 26 വാർത്ത നോക്കാം. ഒന്നാം പേജിൽ തന്നെ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന് ജന്മദിനാശംസകളുമായി ഉസ്താദ് എത്തിയതിൻ്റെ ഒരു ദൃശ്യം കാണാം. ദൈവം എനിക്ക് ഇതുവരെ ആയുസ് തന്നത് അങ്ങയെ സ്വീകരിക്കാനാണെന്ന് ഞാൻ കരുതുന്നു എന്ന മുഖവുരയോടെയാണ് വലിയ മെത്രാപ്പൊലീത്ത കാന്തപുരത്തെ സ്വീകരിച്ചത്. തിരുവിതാംകൂറിൻ്റെ മനമറിഞ്ഞ് കേരളത്തിന്റെ വർത്തമാനവും ചിന്തയും കേരളയാത്രയായി മാറിയ ജൈത്രയാത്രയ്ക്ക് മധ്യ തിരുവിതാംകൂറിലും ഉജ്ജ്വല വരവേൽപ്പ്. കോട്ടയം നഗരത്തിന്റെ ഉപഹാരം ചീഫ് വിപ്പ് PC ജോർജ് കേരളയാത്രാ നായകൻ ഉസ്താദിന് കൈമാറുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്തേക്ക് വന്നാൽ കോട്ടയത്തെ സ്വീകരണത്തിൽ കാന്തപുരത്തിന് മെറോൺ മാർ ബസേലിയോസ് മാർത്തോമ പ്രഥമൻ റബ്ബർ തൈ ഉപഹാരമായി നൽകുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. താഴേക്ക് വന്നാൽ കോട്ടയത്തെ സ്വീകരണത്തിൽ ഉസ്താദ് സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു ചിത്രം കാണാം. കോട്ടയത്തെത്തിയ യാത്രാനായകൻ കാന്തപുരത്തെ നഗരസഭാ ചെയർമാൻ സണ്ണി കല്ലൂർ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. പത്തനംതിട്ട ജില്ലയിൽ നൽകിയ സ്വീകരണത്തിൽ K ശിവദാസൻ നായർ MLA കാന്തപുരത്തിന് ആറന്മുള കണ്ണാടി ഉപഹാരമായി നൽകുന്ന ചിത്രം കാണാം. അഴിമതിക്ക് കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഔദ്യോഗിക മേഖലകളിൽ എത്തുന്നത് എന്ന ഉസ്താദിൻ്റെ ശ്രദ്ധേയമായൊരു പ്രസ്താവന കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ സ്വീകരണ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൻ്റെ തലേ ദിവസത്തെ വാർത്തകളാണ് ഇതിൽ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഐതിഹാസിക സംഗമം നാളെ എന്നാണ്. കേരളയാത്രയ്ക്ക് ഹരിപ്പാട് നൽകിയ സ്വീകരണത്തിനിടെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കാന്തപുരത്തിന് ഉപഹാരം നൽകുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ജാതിമത സാമുദായിക സന്തുലിതാവസ്ഥകൾ ചർച്ച ചെയ്ത് പരസ്പര വൈരം വിതയ്ക്കുന്ന സന്ദേശങ്ങൾക്കിടയിലേക്ക് മാനവികതയെ ഉണർത്താൻ എന്ന സന്ദേശവുമായുള്ള ജനനായകന്റെ കേരളയാത്രയെ വിപ്ലവത്തിന്റെ വീരേതിഹാസങ്ങളുടെ മണ്ണ് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. ആലപ്പുഴയിലെ സ്വീകരണത്തിനിടെ കാന്തപുരത്തെ മന്ത്രി K ബാബു ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ചന്ദരൂരിലെ സ്വീകരണത്തിൽ ആരിഫ് MLA കാന്തപുരത്തെ ഷാൾ അണിയിക്കുന്ന ഒരു ചിത്രം കാണാം. ആലപ്പുഴയിലെ സ്വീകരണത്തിനിടെ കാന്തപുരത്തെ PDP സംസ്ഥാന വൈസ് ചെയർമാൻ വർക്കല രാജ് ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. കായംകുളത്ത് നൽകിയ സ്വീകരണത്തിൽ ഷെയ്ഖുന കാന്തപുരത്തിന് മുൻ നഗരസഭാ ചെയർമാൻ ഷെയ്ഖ് P ഹാരിസ് ഉപഹാരം നൽകുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ചന്ദരൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. ഡീസൽ വില നിയന്ത്രണം എടുത്തു കളയാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നുള്ള കാന്തപുരത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്തയായി നൽകിയിരിക്കുന്നു. കായംകുളത്തെ സ്വീകരണത്തിൽ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് E ഷമീർ സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. ആലപ്പുഴയിലെ സ്വീകരണത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം താഴെ നൽകിയിട്ടുണ്ട്. സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മറ്റൊന്ന്. അടുത്ത ദിവസം തലസ്ഥാനത്തുള്ള ഗതാഗത ക്രമീകരണത്തിൻ്റെ വാർത്തയാണ് അവിടെ നൽകിയിരിക്കുന്നത്. സമാപന ദിവസത്തെ പത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാപ്രയാണത്തിന് ഇന്ന് സമാപ്തി എന്ന തലവാചകത്തോടുകൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു ചിത്രം. യാത്രാ സമാപന സംഗമത്തിനുള്ള ചാർട്ടേഡ് ട്രെയിൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ്. മാനവിക സന്ദേശമോദി ഭാഷകളുടെ സംഗമഭൂമിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച മഹായാത്രയ്ക്ക് ഇന്ന് തലസ്ഥാന നഗരിയിൽ പരിസമാപ്തി. ക്രാന്തദർശിയായ ഇതിഹാസ നായകന്റെ നേതൃത്വത്തിൽ കൈരളിയുടെ ഉൾത്തുടിപ്പ് തൊട്ടറിഞ്ഞ് 16 ദിവസം പിന്നിട്ട ഐതിഹാസിക യാത്ര മലയാള നാട്ടിൽ മാനവികതയുടെ പുതുചരിത്രം തീർത്താണ് പോരാട്ടങ്ങൾക്കും അധികാരവാഴ്ചയ്ക്കും സാക്ഷിയായ മണ്ണിൽ സംഗമിക്കുന്നത്. ചരിത്ര മഹാസംഗമം ഇന്ന് ധവളപ്രഭയിൽ തലസ്ഥാനം. തലേ ദിവസത്തെ സ്വീകരണ സമ്മേളനങ്ങളുടെ ചിത്രങ്ങളും വാർത്തകളും നോക്കാം. കരുനാഗപ്പള്ളിയിലെ സ്വീകരണ സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ്. അതിന് താഴെ കരുനാഗപ്പള്ളിയിലെ സ്വീകരണത്തിൽ വീടിനുള്ള ധനസഹായം ഉസ്താദ് കൈമാറുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. ആയൂരിലെ സ്വീകരണ വേദിയിൽ രാജു MLAയും
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗോപാലകൃഷ്ണപിള്ളയും ഉസ്താദിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. കരുനാഗപ്പള്ളിയിലെ സ്വീകരണ സമ്മേളനത്തിൽ KDF നേതാവ് ബോബൻ ജി നാഥ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. താഴേക്ക് വന്നാൽ കൊല്ലത്ത് കേരളയാത്ര ജില്ലാ സമാപന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് A. യൂനുസ് കുഞ്ഞ് ഉസ്താദിനെ കിരീടം വെച്ച് ആദരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിന് മുന്നിൽ കേരളയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കുന്ന സോൺ SSF പ്രവർത്തകരുടെ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ സ്വീകരണ വേദിയിൽ മുൻ മന്ത്രി C. ദിവാകരൻ കാന്തപുരത്തെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. കരുനാഗപ്പള്ളിയിലെ സ്വീകരണ സമ്മേളനത്തിൽ സാബു കൊട്ടാരക്കര സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. പ്രധാനമായും നൽകിയിരിക്കുന്ന ചിത്രം കരുനാഗപ്പള്ളിയിലെ സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെയാണ്. കൊല്ലത്ത് നൽകിയ സ്വീകരണത്തിൽ കേന്ദ്ര ഊർജ സഹമന്ത്രി KC വേണുഗോപാൽ ഉസ്താദിനെ ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. കാന്തപുരം ഉസ്താദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ വേദിയാകരുത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. മാറ്റത്തിൻ്റെ മഹാസാക്ഷ്യം കേരളയാത്രയ്ക്ക് പ്രൗഢോജ്വല സമാപ്തി. സ്നേഹസംഘത്തിൻ്റെ വെള്ളപ്പട ത്രിവർണ്ണ പതാക വീശിയെത്തിയ സുന്നി പ്രവർത്തകർ, അകമ്പടിയായെത്തിയ തക്ബീർ ധ്വനികൾ, ഉയർന്നുകേട്ട മാനവികതയുടെ ഉണർത്തുപാട്ടുകൾ, വീർപ്പുമുട്ടിയ നഗരവീഥികൾ. അനന്തപുരിയിൽ ജനമഹാസാഗരം തീർത്ത് കാന്തപുരത്തിൻ്റെ കേരളയാത്രയ്ക്ക് സമാപനം. സുന്നി കൈരളിയുടെ മഹാസംഗമം അനന്തപുരിയിൽ ചരിത്രം കുറിച്ചതിനൊപ്പം പ്രാസ്ഥാനിക മുന്നേറ്റത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നതുമായി. സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന സ്നേഹദൂതിൻ്റെ കർമ്മസേനയും ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളും നഗരത്തെ പാൽക്കടലാക്കിയ ജനലക്ഷങ്ങളും മാറ്റത്തിൻ്റെ മഹാസാക്ഷ്യമായി മാറുകയായിരുന്നു. കാന്തപുരം ഉസ്താദിൻ്റെ കേരളയാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന മാനവിക മഹാസംഗമത്തിന് സാക്ഷിയാകാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ജനാവലിയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെ മലയാളിയെ അവൻ്റെ ജീവിതം രൂപപ്പെട്ടു വന്ന സാമൂഹിക സാഹചര്യങ്ങളെയും നവോത്ഥാന മൂല്യങ്ങളെയും ഓർമ്മപ്പെടുത്താനായിരുന്നു യാത്ര. ആശാവഹമായ പിന്തുണയാണ് പൊതുസമൂഹം നൽകിയത് എന്ന യാത്രയെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടുകൂടി വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുകയാണ്. മാനവിക സാഗരമിരമ്പി മാനവിക കേരളത്തിന് സമഗ്ര പദ്ധതി രൂപവൽക്കരിക്കണമെന്ന ഉസ്താദിൻ്റെ പ്രസ്താവന വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്തയായി നൽകിയിരിക്കുകയാണ്. ചിത്രങ്ങൾ നോക്കാം. കേരളയാത്ര സമാപന സംഗമത്തിൽ ഉസ്താദ് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം, ശേഷം സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ്. അതിനുശേഷം വേദിയിൽ താജുൽ ഉലമയും ഉസ്താദും ഇരിക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം. സമ്മേളനത്തിൽ ഗുരുരത്നം ജ്ഞാന തപസ്സി, മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് മാർ ക്ലിമ്മിസ് കത്തോലിക്ക ബാവ എന്നിവർ സംസാരിക്കുന്നതിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ വേദിയിൽ ഷെയ്ഖുന കാന്തപുരവും CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാറും രമേശ് ചെന്നിത്തലയും സംസാരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട്. ഉസ്താദും ഉമ്മൻചാണ്ടിയും സംസാരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി കാണാം. സമാപന സമ്മേളനത്തിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ്, KE ഇസ്മായിൽ MP, K. മുരളീധരൻ MLA എന്നിവർ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹികാന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നതിൻ്റെ ഉദാഹരണമാണ് കാന്തപുരത്തിൻ്റെ കേരളയാത്രയെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സംസാരത്തിൽ പറഞ്ഞതിൻ്റെ വാർത്ത ഇവിടെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. രണ്ടാം കേരളയാത്രയുടെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.